വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിൻ്റെ ഫിസിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം, ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ആണ്. നെക്സ്റ്റ് ചാപ്റ്ററും ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്, ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ്. അപ്പോൾ ഈ രണ്ട് ചാപ്റ്റേഴ്സും ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ്റെ താഴെയാണ് വരുന്നത്. അപ്പോൾ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ലൈറ്റ്. ഓക്കെ, ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബ്രാഞ്ചാണ് ഒപ്റ്റിക്സ്. ഒപ്റ്റിക്സ് രണ്ട് ടൈപ്പാണ്, റേ ഒപ്റ്റിക്സും ഉണ്ട്, വേവ് ഒപ്റ്റിക്സും ഉണ്ട്. നമ്മൾ ഇവിടെ ലൈറ്റിനെ കൺസിഡർ ചെയ്യുന്നത് റേ ആയിട്ടാണ്. ഈ ചാപ്റ്ററിൽ മൊത്തം ലൈറ്റിനെ, ഈ ചാപ്റ്ററിലും നെക്സ്റ്റ് ചാപ്റ്ററിലും ഒക്കെ നമ്മൾ ലൈറ്റിനെ കൺസിഡർ ചെയ്യുന്നത് റേ ആയിട്ടാണ്, വിച്ച് ട്രാവൽസ് ത്രൂ എ സ്ട്രെയിറ്റ് ലൈൻ. ചാപ്റ്ററിൽ ആദ്യത്തെ പോയിന്റ് ആണ് നമ്മൾ പഠിക്കേണ്ടത് റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, റിഫ്ലക്ഷൻ നമ്മൾ 6th മുതൽ പഠിച്ചു വരുന്ന കാര്യമാണ്. എന്താണ് റിഫ്ലക്ഷൻ? റിഫ്ലക്ഷൻ എന്താണ്? ആ ഒരു കൺസെപ്റ്റ് നമുക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ. അതെ, ബൗൺസിങ് ഓഫ് ലൈറ്റ്. ബൗൺസിങ് ഓഫ് ലൈറ്റ്, അതാണ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. എന്താണ് റിഫ്ലക്ഷൻ ഒരു എക്സാമ്പിൾ? നമ്മുടെ മിറർ ഇമേജ് ഒന്ന് നോക്കി നോക്കുക. അതായത് നമ്മളാണ് മിററിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, നമ്മളിൽ നിന്നുള്ള ലൈറ്റ് മിററിലോട്ട് പോകുന്നു, മിററിൽ തട്ടിയിട്ട് തിരിച്ച് നമ്മുടെ കണ്ണിലോട്ട് വരികയാണ്. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഇമേജിനെ അവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ റിഫ്ലക്ഷന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് പ്ലെയിൻ മിറർ. പ്ലെയിൻ മിററിൽ ഉണ്ടാവുന്ന അത് റിഫ്ലക്ഷൻ. ഇനി ഈ ചാപ്റ്ററിൽ വേറെ കുറച്ച് കാര്യങ്ങൾ, ടെക്സ്റ്റിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇവിടെ പറയാം. അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഫോംഡ് ബൈ പ്ലെയിൻ മിറർ. പ്ലെയിൻ മിററിൽ ഉണ്ടാവുന്ന ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കറിയാം. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, എന്ത് ടൈപ്പ് ഓഫ് ഇമേജ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്? അതെ, വെർച്വൽ ഇമേജ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. വെർച്വൽ ഇമേജ് ആണ്, സെയിം സൈസ് ഇമേജ് ആണ്. പിന്നെന്താണ്, ആ ഇമേജ് ടു മിറർ ആൻഡ് മിറർ ടു ഒബ്ജക്റ്റ്, ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പിന്നെ നമ്മൾ ഒരൊറ്റ പ്രോപ്പർട്ടി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാറ്ററൽ ഇൻവേർഷൻ. ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് അപ്പിയർ ടു റൈറ്റ് ആൻഡ് റൈറ്റ് അപ്പിയർ ടു ലെഫ്റ്റ്. ആ ഒരു 4 പോയിന്റ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഫോംഡ് ബൈ പ്ലെയിൻ മിറർ. അത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ പറയാൻ കാരണം റിഫ്ലക്ഷൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. സോ റിഫ്ലക്ഷൻ എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയി. ബൗൺസിങ് ഓഫ് ലൈറ്റ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ്റെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസ് ഉണ്ട്. അത് എപ്പോഴും എക്സാമിന് വരാറുള്ളതാണ്, ശ്രദ്ധിക്കുക. ലോസ് ഓഫ് റിഫ്ലക്ഷൻ നമുക്കറിയാം, ലൈറ്റ് ഒരു സ്മൂത്ത് ഓർ ഷൈനി സർഫേസിൽ ഇൻസിഡന്റ് ആയി. ആ ഇൻസിഡന്റ് ആവുന്ന ആ ലൈറ്റ് റേനെ പറയുന്ന പേരാണ് ഇൻസിഡന്റ് റേ. ആ ലൈറ്റ് റേ ആണ് ഇൻസിഡന്റ് റേ. ഇനി അത് ആ ഒരു സ്മൂത്ത് സർഫേസിൽ വന്ന് തട്ടി തിരിച്ചു പോകും. ആ തിരിച്ചു പോകുന്ന ആ ഒരു റേ, ബൗൺസ് ചെയ്ത് പോകുന്ന ആ ഒരു റേ ആണ് റിഫ്ലക്റ്റഡ് റേ. സോ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ. ഇനി ഞാൻ ആ ഇൻസിഡന്റ് ചെയ്ത ആ പോയിന്റും മിററുമായിട്ട് വരുന്ന ആ പോയിന്റിൽ നിന്ന് ഞാനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ആ പെർപെൻഡിക്കുലർ ആണ് നോർമൽ, വിച്ച് ഈസ് ആൻ ഇമാജിനറി ലൈൻ. ഓക്കെ, ആ പെർപെൻഡിക്കുലർ ആണ് നോർമൽ. ഇനി നമുക്ക് ലോസിലോട്ട് പോവാം. ഫസ്റ്റ് ലോ, ഇൻസിഡന്റ് റേ, reflected ray and normal lies in the same plane. പറഞ്ഞോളൂ, ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. അതാണ് ഫസ്റ്റ് ലോ. ക്ലിയർ അല്ലേ? ഇനി സെക്കൻഡ് ലോ, അത് പറയുന്നതിന് മുമ്പായിട്ട് ഈ ഇൻസിഡന്റ് റേയും നോർമലും മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ, ആംഗിൾ ഐ. ഇനി നോർമലും റിഫ്ലക്റ്റഡ് റേയുമായിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ ഇൻസിഡന്റ് റേയും നോർമലും ആയിട്ടുള്ള ആംഗിൾ, നോർമലും റിഫ്ലക്റ്റഡ് റേ ആയിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇനി ജസ്റ്റ് ഇമാജിൻ, ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. സോ നമുക്ക് ആ ലോ ഈസി ആയിട്ട് സ്റ്റേറ്റ് ചെയ്യാം. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഓൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സോ രണ്ട് ലോയും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ലോ, ഇൻസിഡന്റ് റേ
reflected ray and normal lies in the same plane. Second law, angle of incidence is equal to angle of reflection. Clear അല്ലേ? ഈ രണ്ട് ലോസും ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കണം. സോ റിഫ്ലക്ഷൻ എന്താണ്, ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് വായിക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ബാക്കിയുള്ള നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ 10th സ്റ്റാൻഡേർഡിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നമ്മുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.